എഎംഎംഎ എന്ന താരസംഘടനയിൽ ഇനി എന്താണ് സംഭവിക്കുക? സെക്കൻഡ് ഹാഫിൽ നമ്മൾ കാണാൻ പോകുന്ന ട്വിസ്റ്റ് എന്തായിരിക്കുമെന്ന് നോക്കാം. അൽ അമീൻ തോട്ടുമുക്ക് നമുക്കൊപ്പം ചേരുന്നു. അൽ അമീൻ, ഗുഡ് ഈവനിങ്. അൽ അമീൻ, സെക്കൻഡ് ഹാഫിലേക്കുള്ള ഒരു ആകാംക്ഷ നിറച്ചാണ് റിപ്പോർട്ട് അവസാനിപ്പിച്ചത്. അതിനുശേഷം ഇപ്പോൾ എം മുകേഷിന്റെ കാര്യത്തിൽ ധനമന്ത്രി KN ബാലഗോപാൽ കൃത്യമായി പറയുന്നു, അന്വേഷണം നടക്കട്ടെ, കാര്യങ്ങളൊക്കെ ഒന്ന് ബോധ്യപ്പെടട്ടെ എന്ന്. എഎംഎംഎ എന്ന താരസംഘടനയിൽ ഇനി എന്ത് ബോധ്യപ്പെടാനാണ്? എല്ലാവരും ഒന്നിച്ച് വച്ചൊഴിഞ്ഞിരിക്കുകയാണ്. ഇനി എന്താണ് അവിടെ ബാക്കി നിൽക്കുന്നത്? അൽ അമീൻ. അതുതന്നെയാണ് സുജയ, ആകാംക്ഷപൂർവ്വം എല്ലാവരും ഉറ്റുനോക്കുന്നത്. താരങ്ങൾ പലതരത്തിലുള്ള ക്ലൈമാക്സ് നിറയുന്ന സിനിമകളിലൂടെ നമ്മളെ സസ്പെൻസിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, സർപ്രൈസിലേക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അതിൽ ഏതു രംഗമായിരിക്കും സംഘടനയ്ക്കുള്ളിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഇനി ഏറെ പ്രധാനം. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ ഉയർന്നു വരുന്ന ആവശ്യം ഒരു പുതു രക്തം സംഘടനയ്ക്കുണ്ടാകട്ടെ, അങ്ങനെ ഒരു ചടുലമായ മുന്നോട്ട് പോക്ക് സംഘടനയ്ക്ക് സാധ്യമാകട്ടെ എന്നുള്ളതാണ് ഉയർന്നു വരുന്നത്. അങ്ങനെയുള്ള ഒരു ആവശ്യം ശക്തമായി ഉയർന്നൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് വിമർശനങ്ങൾ ഒരു ഭാഗത്ത് രൂക്ഷമാകുന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ രാജിവെച്ചൊഴിയാൻ തീരുമാനിച്ചത്. ഇനി ഒരു തിരഞ്ഞെടുപ്പ് നടക്കട്ടെ എന്നുള്ളതാണ്. സാധാരണ സംഘടനയിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നടക്കുന്നത് ഒരു സമവായത്തിൻ്റെ സാധ്യത രൂപപ്പെടുത്തിക്കൊണ്ട് ഒരു സമവായത്തിൻ്റെ സ്വഭാവത്തിലാണ് ഭാരവാഹികളെ നിശ്ചയിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇനി അങ്ങനെ ഒരു സമവായം വേണ്ടതില്ല. കൃത്യമായൊരു തിരഞ്ഞെടുപ്പ് നടക്കട്ടെ, മത്സരിക്കാനുള്ളവരൊക്കെ മത്സരിക്കട്ടെ എന്നുള്ളതാണ് നിലവിൽ ഒരു എടുത്തിരിക്കുന്ന ധാരണയും. അത്തരമൊരു നിലപാടിലേക്ക് അംഗങ്ങൾ, മുതിർന്ന താരങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പിലൂടെ മുന്നോട്ട് പോകുമ്പോഴും ഉയർന്നു വരുന്നത് മതിയായ സ്ത്രീ പങ്കാളിത്തം സംഘടനയിലെ ഭാരവാഹിത്വത്തിൽ ഉറപ്പാക്കണം, തലപ്പത്തുറപ്പാക്കണം എന്നുള്ളതാണ്. അങ്ങനെ മതിയായ സ്ത്രീ പങ്കാളിത്തം ഉറപ്പാക്കണമെങ്കിൽ അതിനൊരു സംവരണം അനിവാര്യമാണ്. അങ്ങനെ ഒരു സംവരണം കൊണ്ടുവരാം എന്നുള്ളതും ഒരു നിലപാടായി ഇപ്പോൾ രൂപപ്പെട്ട് വരുന്നുണ്ട്. ഇതൊക്കെ ഇനിയും ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. ചർച്ചകൾക്ക് ശേഷമാണ് അന്തിമ തീരുമാനത്തിലേക്ക് വരിക. പക്ഷേ ഇപ്പോൾ ഇത്തരം ചില സാധ്യതകൾ ഉയർന്നു വരികയാണ്. അതിനോടൊപ്പം തന്നെ പുതുമുഖ താരങ്ങൾ, യുവതാരങ്ങൾ, പുതുമുഖങ്ങൾ സംഘടനയുടെ തലപ്പത്തേക്ക് വരട്ടെ എന്നുള്ളതാണ് മറ്റൊരു നിലപാട്. അങ്ങനെയാണെങ്കിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് പുതുമുഖ താരങ്ങൾ, ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കരുത്തുറ്റ ഒരു വനിത, അങ്ങനെയാണ് ഈ മാറ്റം നിഷ്കർഷിക്കുന്ന അല്ലെങ്കിൽ മാറ്റം ആവശ്യപ്പെടുന്ന ആളുകൾ ഒരു ഫോർമുല മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പുതുമുഖങ്ങളാണെങ്കിൽ അവർ ആരൊക്കെ എന്നൊരു ചോദ്യത്തിന് മറുപടിയായി ഇക്കൂട്ടർ ചൂണ്ടിക്കാണിക്കുന്നത് ഒന്ന് പൃഥ്വിരാജിൻ്റെ പേരാണ്, ഒപ്പം കുഞ്ചാക്കോ ബോബൻ്റെ പേരാണ്, ടൊവിനോ തോമസിൻ്റെ പേരാണ്, ആസിഫ് അലിയുടെ പേരാണ്. എന്തുകൊണ്ട് ഇവരിലേക്ക് എത്തി എന്ന് ചോദിച്ചാൽ പലപ്പോഴായി പല ഘട്ടങ്ങളിലും പല നിർണായക ഘട്ടങ്ങളിലും ഇവർ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളുടെ കരുത്ത് തന്നെയാണ് അതിന് കാരണം. അതോടൊപ്പം സ്ത്രീപക്ഷ സമീപനവും ഇവർക്ക് അനുകൂലമായി മാറിയിട്ടുണ്ട്. സാധ്യതകൾ ഏതൊക്കെയാണ് എന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. എന്നിട്ട്